ഇന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് സംഘപരിവാർ വൽക്കരണം കേരളത്തിൽ നടക്കുന്നു, മുഖ്യമന്ത്രി അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിരന്തരമായി സംഘപരിവാർ നേതാക്കളുമായി സമ്പർക്കം പുലർത്തുന്ന ഈ ഉദ്യോഗസ്ഥനെ ഇപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചുമതല പോലും മാറ്റിക്കൊടുക്കുന്നില്ല. അച്ചടക്ക നടപടി എന്ന കാര്യം അവിടെ നിൽക്കട്ടെ. 2023 ദത്താത്രേയ ഹൊസബലയുമായി തൃശ്ശൂരിൽ വെച്ച് ADGP കൂടിക്കാഴ്ച നടത്തുന്നത്. മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ട്, മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ആ ആഴ്ചയിൽ തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവണം. വർഷം 1 കഴിഞ്ഞു, അതിന് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് രാം മാധവനെ കോവളത്ത് വെച്ച് കാണുന്നത്. കാലം ഒരുപാട് കഴിഞ്ഞു. വത്സൻ തില്ലങ്കേരിയുമായി വയനാട്ടിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം ഇന്ന് വരികയാണ്. അപ്പോൾ ഇദ്ദേഹം നിരന്തരമായി RSS സമ്പർക്കം പുലർത്തുന്നു, മുഖ്യമന്ത്രി അറിയുന്നു, മുഖ്യമന്ത്രി യഥാസമയത്ത് നടപടിയെടുക്കുമെന്ന് ഇപ്പോഴും KT ജലീലിനെ പോലെയുള്ള ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അജിത് കുമാർ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും വയനാട്ടിൽ വന്ന സമയത്ത് അവരെ ലീഡ് ചെയ്തത് ഇദ്ദേഹമാണ്. അതെ അതെ അതെ, എല്ലാ നേതാക്കന്മാരെയും ലീഡ് ചെയ്തത് ഇദ്ദേഹമാണ്. അജിത് കുമാർ സംഘിബന്ധമുള്ള ആളാണെങ്കിൽ അയാളെ ഒരു നിലക്കും ഈ ഗവൺമെന്റ് വെച്ച് പൊറുപ്പിക്കില്ല. നമുക്കറിയാമല്ലോ നേരത്തെ സെൻകുമാറിനെ മാറ്റി നിർത്തിയ ഘട്ടത്തിൽ സെൻകുമാർ എന്ന് പറയുന്ന വിശുദ്ധനെ DGP ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കളത്തിലിറങ്ങിയതാരാണ്? നിയമസഭയിൽ അതിനുവേണ്ടി ഘോരഘോരം ശബ്ദിച്ചതാരാണ്? പ്രതിപക്ഷമല്ലേ? ആരാണ് അദ്ദേഹത്തിൻ്റെ കേസ് സുപ്രീം കോടതിയിൽ ടേക്ക് ചെയ്തത്? അന്നുള്ള ബോധ്യം പിണറായി വിജയന് ഇത്തരം കാര്യങ്ങളിൽ ഇന്നുണ്ടോ എന്നാണ്. അന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നോക്കി പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലല്ല കേട്ടോ എന്ന്. അജിത് കുമാർ ആരുടെ കൂട്ടത്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് പിണറായി വിജയൻ ഉറപ്പുണ്ടാവുമോ? അജിത് കുമാർ സംഘികളുടെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘികളുടെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ, ഏത് സംഘികളുടെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിലും അജിത് കുമാറിന് സെൻകുമാറിനോട് കാണിച്ച അതേ നടപടി തന്നെയായിരിക്കും അദ്ദേഹത്തോടും സർക്കാർ അവലംബിക്കും. ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP പൂരം കലക്കിയതിൽ DGPയുടെ അന്വേഷണം നേരിടുന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ വിജിലൻസിന്റെ അന്വേഷണം നേരിടുന്നു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ SITയുടെ അന്വേഷണം നേരിടുന്നു. ഇങ്ങനെ RSS ബന്ധം സംബന്ധിച്ച് അന്വേഷണം നേരിടുന്നു. ഇങ്ങനെ അന്വേഷണങ്ങളുടെ കാര്യത്തിൽ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം അതേ പദവിയിൽ തന്നെ ഇരിക്കുകയാണ്. CPI എന്ന LDFലെ 2ാമത്തെ വലിയ ഘടകകക്ഷി നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് ഇക്കാര്യത്തിലൊരു തീരുമാനം വേണമെന്ന് AKG സെന്ററിൽ ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവുന്നില്ല. ഒരു ബ്ലാങ്ക് ചെക്ക് പിണറായി വിജയൻ MR അജിത് കുമാറിന് കൊടുക്കുകയാണ്. സ്നേഹിച്ചിട്ടുണ്ടാകുമോ ഉദ്യോഗസ്ഥനെ ആരെങ്കിലും? അങ്ങനെയല്ല അഭിലാഷ്, മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ സംഘികളുടെ RSSന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? പിണറായി വിജയനാണല്ലോ. മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയപ്പെടുന്നവരുടെ ശത്രു ആരാണ്? പിണറായി വിജയനാണല്ലോ. ക്രിസ്ത്യൻ വർഗീയവാദികൾ, കാസക്കാരുടെ ശത്രു ആരാണ്? പിണറായി വിജയനാണല്ലോ. അപ്പോൾ ഒരേ സമയം RSSന്റെയും മുസ്ലിം തീവ്രവാദികളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ കൺകണ്ട ശത്രുവാണ് പിണറായി വിജയൻ. എന്ന് മുതലാണെന്നുണ്ടെങ്കിലും അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു, വെൽഫെയർ പാർട്ടി. ആ പാർട്ടിക്ക് അല്ല ആ പാർട്ടിക്ക് ഇടതുപക്ഷത്ത് ഒരു ബർത്ത് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി അവർ ഇടതുപക്ഷത്തെ ഒരുപാട് സമീപിച്ചു. പക്ഷേ ഇടതുപക്ഷം അതിനോട് ഒരു നിലക്കും യോജിച്ചൊരു നിലപാട് സ്വീകരിച്ചില്ല. അന്നു മുതൽ തുടങ്ങിയതാണ് വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിണറായി വിരോധം, CPIM വിരോധം. RSSുമായിട്ട് ഒരു ഘട്ടത്തിലും സന്ധി ചെയ്യാത്ത നമ്മളുടെ രാജ്യത്തുള്ള പാർട്ടികളിൽ 1ാം സ്ഥാനം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് CPIMനും ഇടതുപക്ഷ പാർട്ടികൾക്കും അല്ലേ കൊടുക്കാൻ വേണ്ടി പറ്റുക? എത്ര സഖാക്കളെയാണ് വെട്ടിക്കൊന്നത്? ഇന്ന് വരെ കോൺഗ്രസും RSSും തമ്മിൽ ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് പരസ്യമായിട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരേ സമയം ഹിന്ദു വർഗീയതയെയും മുസ്ലിം വർഗീയതയെയും ക്രിസ്ത്യൻ വർഗീയതയെയും എതിർക്കുന്നു. അതുകൊണ്ട് ഈ 3 കൂട്ടത്തിലുള്ള വർഗീയ ശക്തികളും ഒരേ സമയം ആക്രമിക്കുകയാണ് പിണറായി വിജയനെയും CPIMനെയും. ശരി, പക്ഷേ